ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. സർവേ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെയിൻ സർവേയിങ്ങിൻ്റെ ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തുവരെ നമ്മൾ പഠിച്ചു? ചെയിൻ സർവേയിങ് എങ്ങനെ പെർഫോം ചെയ്യാമെന്നാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ഇനി ചെയിൻ സർവേയിങ് ഒക്കെ നമ്മൾ നടത്തിയതിന് ശേഷം നമ്മൾ സർവേ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് തരും? നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു പ്ലാൻ പ്രിപ്പയർ ആക്കി നമുക്ക് തരും. ഓക്കെ, അങ്ങനെ ചെയിൻ സർവേയിങ് ഒക്കെ നടത്തിയ ഒരു പ്ലോട്ടിൻ്റെ ഒരു പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടി. അത് ഞാനൊന്ന് വരയ്ക്കാം. ഇതാണ് എൻ്റെ ഒരു കയ്യിൽ കിട്ടിയ പേപ്പർ. അതിൽ ഒരു വസ്തുവിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലോട്ടിൻ്റെ പ്ലാനാണ് എൻ്റെ കിട്ടിയത്. ഇനി എന്തുണ്ട്? അതിൽ കുറച്ച് വരകൾ കൂടിയുണ്ട്. ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു പേര് കൊടുക്കുന്നു, ABCDE. നോക്കിയാൽ നിങ്ങൾ ഏത് പ്ലാൻ, നിങ്ങളുടെ വീട്ടിൻ്റെ എല്ലാം നമ്മുടെ പ്രമാണം ഉണ്ടാവും, അതിലെല്ലാം പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാൻ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ആ ഫിഗറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ ഫിഗറുകളെല്ലാം ഇങ്ങനെ കുറച്ച് ട്രയാങ്കിൾസ് ആക്കിയിട്ടുണ്ടായിരിക്കും, അല്ലേ? നോക്കിയേ, ഈ ഫിഗേഴ്സ് എല്ലാം ഇങ്ങനെ കുറച്ച് ട്രയാങ്കിൾസ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്, 2, 3, 4 ട്രയാങ്കിൾ ആയിരിക്കും. ട്രയാങ്കിൾ അല്ലാതെ നമുക്ക് ഒരു ഫിഗറും നമുക്ക് തൽക്കാലം നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ ഓർഡിനറി വർക്കിൽ. നോക്കി, ഇതൊരു ട്രയാങ്കിൾ അല്ല, ഈ 2, 3 എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ല. ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ഓർഡിനറി ആയിട്ടുള്ള സർവേയിങ്ങിൻ്റെ പ്ലാനിൽ കാണാൻ പറ്റില്ല. അതും ട്രയാങ്കിൾ ആക്കി തന്നെയായിരിക്കും കാണിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ട്രയാങ്കിൾസ് ആക്കുന്നത്? നോക്കിയേ, എന്താ നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ പ്ലാൻ ആണ്. എന്തിനാ പ്ലാൻ വരയ്ക്കുന്നത്? ടു ഫൈൻഡ് ഏരിയ ആണല്ലേ. ടു ഫൈൻഡ് ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാൻ വരയ്ക്കുന്നത്. ശരി, നോക്കിയേ, ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രത്യേകത എന്താ? അവിടെ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. നോക്കിയേ, ABCDEFGHI എല്ലാ വശങ്ങളുടെയും എല്ലാ സൈഡുകളെയും ലെങ്തുകൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഒരു ആംഗിൾ പോലും മെഷർ ചെയ്യത്തില്ല. നോക്കി, ഈ ലെങ്തുകൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഈ ലെങ്തുകൾ എടുത്തതിന് ശേഷം ഞാൻ ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചില്ല. സപ്പോസ് ഇതാണ് ആ ട്രയാങ്കിൾ ABC. ചെയിൻ സർവേയിങ് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇങ്ങനെ വശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ആ ഫോർമുല? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നിങ്ങളുടെ വീട്ടിലെ പ്രമാണം എടുത്തിട്ട് ഇങ്ങനെ ട്രയാങ്കിൾസ് ആക്കി വെച്ചാൽ നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ എളുപ്പത്തിലുള്ള, കൊച്ചിലേ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എന്താ? ട്രയാങ്കിളിൻ്റെ 3 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് S × S - A × S - B × S - C. ഓക്കെ, S - C. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ. എന്താണ് ഈ ത്രികോണത്തിൻ്റെ ഏരിയ? ഈ ത്രികോണം ഗ്രൗണ്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഏരിയ. ഓക്കെ, A എന്താണെന്നറിയാം, ഒരു വശമാണെന്നറിയാം. B എന്താണെന്നറിയാം, മറ്റൊരു വശമാണെന്നറിയാം. C എന്താണെന്നറിയാം, മറ്റൊരു വശമാണെന്നറിയാം. നമുക്കിതിൽ ഇനി ഉള്ളതാരാണ്? S ആണല്ലേ. S എന്താ? എസിനെ പറയുന്ന പേരാണ് സെമി പെരിമീറ്റർ. പെരിമീറ്ററിൻ്റെ സെമി മീൻസ് പകുതി. ഓക്കെ, എന്താ നമ്മുടെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 വശം തന്നാൽ അതിൻ്റെ പെരിമീറ്റർ എന്താ? ചുറ്റളവ്. എല്ലാ വശവും കൂടെ കൂട്ടിയാൽ മതി, അല്ലേ? ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെമി പെരിമീറ്ററിനെ A + B + C ആയപ്പോൾ നമുക്ക് എന്തായി? പെരിമീറ്ററായി. അതിനെ /2 കൊടുക്കുമ്പോൾ എന്തായി? സെമി പെരിമീറ്ററായി. നോക്കിയേ, ഈ ഒരു സെമി പെരിമീറ്റർ, ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഏരിയ കണ്ടുപിടിച്ചു, അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പ്ലോട്ടിൻ്റെ ഒന്ന് നോക്കാം. ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1, 2, 3, 4 ട്രയാങ്കിളാണ് ഉള്ളത്, അല്ലേ? ആ ഒരു ഇക്വേഷൻ റൂട്ട് ഓഫ് S × ആ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ട് ഈ ഏരിയ കണ്ടുപിടിച്ചു. ഏത്? A1 എന്ന് പറയുന്ന ഏരിയ ഞാൻ കണ്ടുപിടിച്ചു.
അതുപോലെ ദേ ഈ 3 വശം എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, A2 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഈ 3 വശം എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, A3ൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ദേ ഈ 3 വശം എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, A4ൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. നോക്കിയേ, ഈ എല്ലാ ത്രികോണങ്ങളും കൂടി ചേരുന്നതല്ലേ എൻ്റെ ടോട്ടൽ ഏരിയ. സോ എൻ്റെ ഏരിയ ഓഫ് പ്ലോട്ട് എന്താ, ഏരിയ ഓഫ് പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ടോട്ടൽ അല്ലേ, A1ഉം A2ഉം A3യും A4ഉം കൂടെ കൂട്ടുന്നതല്ലേ എൻ്റെ ഏരിയ അല്ലേ. നോക്കിയേ, ഞാൻ ആദ്യം എന്ത് ചെയ്തു, എല്ലാത്തിൻ്റെയും വശങ്ങൾ കണ്ടുപിടിച്ചു. ആ വശങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ആ ഏരിയകൾ തമ്മിൽ കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ടോട്ടൽ ഏരിയ കിട്ടി. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയില്ലേ. എൻ്റെ വസ്തു അളന്നു, ഞാൻ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇങ്ങനെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കിളിനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിനെ ഇങ്ങനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്ലാൻ നോക്കിയിട്ട് അതിലിങ്ങനെ ട്രയാങ്കിൾസ് കാണും. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ വസ്തുവിൻ്റെ ഏരിയ കിട്ടും. നോക്കിയേ, ഈ ട്രയാങ്കിളാക്കിയിട്ട് നമ്മൾ ചെയിനിങ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നു. ചെയിനിങ്ങിൽ നമ്മളിങ്ങനെ ട്രയാങ്കിളായിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നു. അതാണെന്ത്, ചെയിനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഓഫ് ചെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ചെയിൻ ട്രയാങ്കുലേഷൻ. നമ്മൾ നമ്മുടെ വസ്തുവിനെ ത്രികോണങ്ങളാക്കിക്കൊണ്ട്, ട്രയാങ്കിളുകളാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏരിയ കണ്ടുപിടിക്കുന്നു. അതാണെന്ത്, ചെയിനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ചെയിനിങ്ങിൽ നമുക്ക് വശം മാത്രം അളന്നെടുത്തുകൊണ്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതാണെന്ത്, പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് എന്ന് പറയുന്നത്. ഇനി ഇതാ നോക്കി, ഞാൻ അതിലൊരു ത്രികോണത്തിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചിരിക്കുക. ഓക്കെ, എൻ്റെ വസ്തുവിനെ ഞാൻ കുറേ ത്രികോണങ്ങളാക്കിയിട്ട് അതിൽ ഒരു ത്രികോണത്തിനെ ഞാൻ മാറ്റി വരച്ചിരിക്കുക. ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഷുഡ് ബി, ഈ ട്രയാങ്കിൾ ഇറ്റ് ഷുഡ് ബി വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. നമ്മൾ നമ്മുടെ വസ്തുവിനെ, നമ്മുടെ പ്ലോട്ടിനെ ഇങ്ങനെ ത്രികോണങ്ങളായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളുകൾ പാലിക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ, ഈ ട്രയാങ്കിളുകളെല്ലാം വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. ശരി, ഇനി എന്താണ് നമുക്ക് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് നോക്കാം. നോക്കിയേ, ഒരു ത്രികോണത്തിന് എത്ര കോണുണ്ടടാ, 3 കോണുകളുണ്ടല്ലേ, 3 ആംഗിളുകളുണ്ട്. ഓക്കെ, അതിൽ ഒരു ആംഗിൾ പോലും നോ ആംഗിൾ ലെസ് ദാൻ 30 ഡിഗ്രി, ഒരു ആംഗിൾ പോലും 30 ഡിഗ്രിയേക്കാൾ കുറയാൻ പാടില്ല. അതുപോലെ നോ ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി. ഓക്കെ, ഒരു ആംഗിൾ പോലും 30-ൽ കുറയാനും പാടില്ല, ഒരു ആംഗിൾ പോലും 120-ൽ കൂടാനും പാടില്ല. ഓക്കെ, ആ കണക്കിന് വേണം ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ പ്ലോട്ടിനെ ത്രികോണങ്ങളായിട്ട്, ട്രയാങ്കിളുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ രൂപം ഏതായിരിക്കും, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, കഴിയുന്നത്ര നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ പ്ലോട്ടിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, എല്ലാ വശങ്ങളും തുല്യമാണ്, അതുപോലെ എല്ലാ ആംഗിളുകളും എത്ര കിട്ടും, 60 ഡിഗ്രി കിട്ടും. ഇത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ്. നമ്മളിത് നിർബന്ധമായും പാലിക്കണമെന്നല്ല, നമ്മുടെ വസ്തുവിനെ ഇങ്ങനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ ഫോളോ ചെയ്യാനുള്ള റൂൾ എന്ന് പറഞ്ഞാൽ, ഒരു ആംഗിൾ പോലും 30 ഡിഗ്രിയേക്കാൾ കുറയാനും പാടില്ല, ഒരു ആംഗിൾ പോലും 120 ഡിഗ്രിയിലേക്കാൾ കൂടാനും പാടില്ല. ആ ഒരു ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് എന്ത്, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഓക്കെ, ശരി. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലോട്ടിലേക്ക് തിരിച്ചു വരാം. നോക്കി, നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറീസ് ആണ് ഇതെല്ലാം, എ ബി സി ഡി ഇ. ഓക്കെ, അതിനെ ഞാൻ താഴോട്ടൊന്ന് എടുത്ത് വരയ്ക്കുക.
ശരി, എ ബി സി ഡി ഇ. ഓക്കെ, ഈ ഒരു പ്ലോട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്ത് ട്രയാങ്കിൾ ആക്കിയിട്ടാണ് ഏരിയ കണ്ടുപിടിച്ചത്. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആക്കിയിട്ടാണ് ഏരിയ കണ്ടുപിടിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ പ്ലോട്ടിന്റെ ബൗണ്ടറി അല്ലേ, പ്ലോട്ടിന്റെ ബൗണ്ടറി. അപ്പൊ ഈ എ ബി സി ഡി ഇവ എന്താണ്? എൻ്റെ സർവേ ലൈനിന്റെ സ്റ്റാർട്ടും എൻഡുമാണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന സർവേ ലൈനിന്റെ സ്റ്റാർട്ടും എൻഡുമാണ് എന്ത്? എ ബി എന്ന് പറയുന്ന 2 പോയിന്റുകൾ. അതുപോലെ നോക്കിയേ, ബി സി എന്ന് പറയുന്ന സർവേ ലൈനിന്റെ സ്റ്റാർട്ടും എൻഡുമാണ് ബിയും സിയും. അതുപോലെ സി ഡിയുടെ സ്റ്റാർട്ടും എൻഡുമാണ് സിയും ഡിയും. ഡി ഇയുടെ സ്റ്റാർട്ടും എൻഡുമാണ് എന്ത്? ഡിയും ഇയും. ഇങ്ങനെ ഒരു സർവേ ലൈനിന്റെ സ്റ്റാർട്ടിലും എൻഡിലും വരുന്ന പോയിന്റുകളെ, സ്റ്റേഷനുകളെ പറയുന്ന പേരാണ് എന്ത്? മെയിൻ സർവേ സ്റ്റേഷൻ. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ്, ഗ്രൗണ്ടിലെ ആ ഒരു പൊസിഷനെ പറയുന്ന പേരാണ് എന്ത്? മെയിൻ സ്റ്റേഷനുകളെന്ന്. ഓക്കെ, അപ്പോൾ എന്താ മെയിൻ സർവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? സ്റ്റേഷൻസ് അറ്റ് സ്റ്റാർട്ട് ഓർ എൻഡ്. ആൻഡ് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് എ സർവേ ലൈൻ. ഒരു സർവേ ലൈനിൻ്റെ സ്റ്റാർട്ടിലെയോ എൻഡിലെയോ സ്റ്റേഷനുകളെ പറയുന്ന പേരാണെന്ത്? മെയിൻ സർവേ സ്റ്റേഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന വര മെയിൻ സർവേ സ്റ്റേഷനുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന വരയല്ലേ? ഞാൻ തിരിച്ചു പറയുന്നു, എയും ബിയും എന്താണ്? മെയിൻ സ്റ്റേഷനാണ്. അങ്ങനെയെങ്കിൽ മെയിൻ സ്റ്റേഷനെ യോജിപ്പിക്കുന്ന ആ വരയെ പറയുന്ന പേരെന്തായിരിക്കും? മെയിൻ സർവേ ലൈൻ. വളരെ എളുപ്പം, മെയിൻ സർവേ ലൈൻ. അതെന്താ? ലൈൻ ഓർ സർവേ ലൈൻ joining മെയിൻ സർവേ സ്റ്റേഷനുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളെ പറയുന്ന പേരാണെന്ത്? മെയിൻ സർവേ ലൈൻസ്. നോക്കി, എ ബി എന്ന് പറയുന്ന ഒരു മെയിൻ സർവേ ലൈനാണ്, ബി സി എന്ന് പറയുന്നത് മെയിൻ സർവേ ലൈനാണ്, സി ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതിയിടാം. മെയിൻ സ്റ്റേഷനുകൾ ഏതൊക്കെയാ? എ ബി സി ഡി ഇ. ഓക്കെ, ഇനി മെയിൻ സർവേ ലൈനുകൾ ഏതൊക്കെയാണ്? നമ്മുടെ എ ബി, ബി സി, സി ഡി, ഡി ഇ, ഇ എ അല്ലേ? ഇത്രയും സർവേ ലൈനല്ലേ നമുക്കുള്ളത്? ഇ എ വേണമെന്ത്? മെയിൻ സർവേ ലൈൻ. ശരി, നോക്കി, എൻ്റെ ഈ സർവേ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കുറേ ട്രയാങ്കിൾസ് ഒക്കെ ആക്കിയിട്ടാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ളത്. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. എനിക്ക് ഇവിടെ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യണം. എൻ്റെ വസ്തുവിലുള്ള ഒരു വീട് ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ എനിക്കൊരു കുളം അല്ലെങ്കിൽ ഒരു കിണർ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ എനിക്കൊരു മരം ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ എനിക്കൊരു ചെറിയൊരു കാർ പോർച്ചോ ഷെഡോ എന്തെങ്കിലും ലൊക്കേറ്റ് ചെയ്യണം. എനിക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക? എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സർവേ ലൈനിൽ നിന്ന്, ഈ മെയിൻ സർവേ ലൈനിൽ നിന്ന് ഒരു വര വരയ്ക്കുന്നു. ഓക്കെ, ഒരു വര വരച്ചിട്ട് ഈ നീളം എനിക്ക് അളന്നെടുക്കാം. അതുപോലെ ഈ ആംഗിളും എനിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിനെന്ത് ചെയ്യാം? ഈ ഷെഡിന് ഞാൻ ഇങ്ങനെ ഒരു അളവെടുക്കുന്നു, ഈ ഒരു ആംഗിള് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനെന്ത് ചെയ്യാം? ഇവിടെ നിന്നുള്ള ഒരു അളവെടുത്തിട്ട് ആ ആംഗിള് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ വീടിന് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു സർവേ ലൈനിൽ നിന്ന് എടുക്കാം. നോക്കി, നമ്മുടെ വസ്തുവിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ്? ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടാകും. അതിനെല്ലാം നമുക്കിങ്ങനെ മെയിൻ സർവേ ലൈനുകളിൽ നിന്ന് വരച്ച് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ഒത്തിരി ലൈനുകൾ അതിൽ വരും. മാത്രവുമല്ല, മെയിൻ ലൈനിൽ നിന്ന് ഇവയ്ക്ക് ഭയങ്കര ദൂരവുമായിരിക്കും. നല്ല ഡിസ്റ്റൻസിലായിരിക്കും എന്ത് കിടക്കുന്നത്? ഈ ഓരോ വസ്തു കിടക്കുന്നത്. ഓക്കെ, വസ്തുവിലെ ഓരോരോ ഒബ്ജക്റ്റും കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് മെയിൻ ലൈനിൽ നിന്ന് ഓരോരുത്തരായിട്ട് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, ഓരോ ഒബ്ജക്റ്റിനായിട്ട് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഈ മെയിൻ സർവേ ലൈനിൽ നിന്ന് നമ്മൾ കുറച്ച് വരകൾ അല്ലെങ്കിൽ കുറച്ച് സർവേ ലൈനുകൾ നമ്മളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാ? അതിൽ നിന്നും നമുക്ക് ഇവയെ എന്ത് ചെയ്യാം? ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പോയിന്റും ഏതോ 2 പോയിന്റ് P, Q എന്ന് പറയുന്ന പോയിന്റുകളെ ചേർത്തുകൊണ്ട്
ഞാനൊരു വര വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം എന്താ എനിക്കിത് ഈ ഷെഡിൽ ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് മെയിൻ സർവേ ലൈനിൽ നിന്നാണെങ്കിൽ ഞാൻ ഇത്രയും എടുക്കണം അല്ലേ. ഇപ്പം നോക്കിയാൽ എനിക്ക് അടുത്ത് നിർത്താൽ മതി. എൻ്റെ കൺവീനിയൻസിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു സർവേ ലൈൻ ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതുപോലെ ഈ വീടിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇതാ ഇങ്ങനെ എടുക്കണമായിരുന്നു ഏറ്റവും അടുത്തെടുത്താൽ. ഇപ്പം ഇതാ നോക്കി ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, അങ്ങനെ ഈ ഒബ്ജക്റ്റുകൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കൺവീനിയൻസിനനുസരിച്ച് മെയിൻ സ്റ്റേഷനുകൾക്കിടയിൽ കുറച്ച് സ്റ്റേഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, മെയിൻ സ്റ്റേഷനുകൾക്കിടയ്ക്ക് മെയിൻ സർവേ ലൈനിൽ കുറച്ച് സ്റ്റേഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു കൊടുക്കുന്നു. ഈ സ്റ്റേഷനുകളെ പറയുന്ന പേരാണ് ടൈ സ്റ്റേഷൻ അഥവാ സബ്സിഡറി സ്റ്റേഷൻസ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ടൈ സ്റ്റേഷൻ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സബ്സിഡറി സ്റ്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. മെയിൻ സ്റ്റേഷനിൽ മെയിൻ സർവേ ലൈനിനിടയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കൺവീനിയൻസിനായിട്ട് കുറച്ച് സ്റ്റേഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് എന്ത്, സബ്സിഡറി സ്റ്റേഷൻ. നോക്കിയേ, സബ്സിഡറി സ്റ്റേഷനുകൾ ചേർത്ത് ഞാനൊരു സർവേ ലൈൻ വരച്ചിട്ടില്ലേ. ഓക്കെ, നോക്കിയേ, സബ്സിഡറി സ്റ്റേഷനായ P, സബ്സിഡറി സ്റ്റേഷനായിട്ടുള്ള Q, ഇവ ചേർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർവേ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർവേ ലൈന് എനിക്ക് എന്തെന്ന് പറയാം, മെയിൻ സ്റ്റേഷനുകൾ ചേർത്ത് വരച്ചാൽ അതിനെ മെയിൻ സർവേ ലൈൻ എന്നും, സബ്സിഡറി സ്റ്റേഷനുകൾ തമ്മിൽ ചേർത്ത് വരച്ചാൽ എനിക്ക് അതിനെ എന്തെന്ന് പറയാം, സബ്സിഡറി സർവേ ലൈൻ എന്ന് പറയാം. സബ്സിഡറി സർവേ ലൈൻ, അല്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയാം, എനിക്ക് ടൈ ലൈൻ എന്ന് പറയാം. ടൈ ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ സബ്സിഡറി സർവേ സ്റ്റേഷൻസ് ലൈസ് ഓൺ മെയിൻ സർവേ ലൈൻ in between മെയിൻ സ്റ്റേഷനുകൾക്കിടയിൽ മെയിൻ സർവേ ലൈനിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേഷനുകളെ പറയുന്ന പേരാണെന്ത്, സബ്സിഡറി സ്റ്റേഷൻസ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്, പിയും ക്യൂവും അല്ലേ. പിയും ക്യൂവുമാണ് നമ്മൾ എന്താ സബ്സിഡറി സ്റ്റേഷനായിട്ട് എടുത്തിട്ടുള്ളത്. സോ സബ്സിഡറി ലൈൻ ഏതാണ്, PQ അല്ലേ. എന്താ സബ്സിഡറി ലൈൻ എന്ന് പറഞ്ഞാൽ, സർവേ ലൈൻ ജോയിനിങ് സബ്സിഡറി ഓർ സബ്സിഡറി സർവേ സ്റ്റേഷൻസ്. ഓക്കെ, അത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്സിഡറി സ്റ്റേഷനും സബ്സിഡറി ലൈൻസും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ വിത്ത് റെസ്പെക്റ്റീവ് ആണ് എന്ത് ചെയ്യാനുള്ള, ഓരോരുത്തരായിട്ട് ഇനി ഞാൻ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ, ശരി, തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇനി ഇതല്ലാണ്ട് ഈ രണ്ട് വരകളാണ് നമുക്ക് മെയിനായിട്ട് സർവേ ലൈനിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റുകളെ പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള വരകൾ. ശരി, ഇനി ഇതാ നോക്കിയേ, ഈ സർവേ പ്ലോട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് വരകളല്ലാണ്ട് വരച്ചു കൊടുക്കുന്നു. ഓക്കെ, കുറച്ച് വരകൾ എന്തിനാണെന്ന് നോക്കാം. കുറച്ച് വര ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് വരകൾ വരച്ചിട്ടുണ്ട്. ദേ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് വരകൾ വരച്ചിട്ടുണ്ട്. യെല്ലോ ലൈൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നോക്കി, ഈ പ്ലോട്ട് ഞാൻ ഗ്രൗണ്ടിൽ അളന്നിട്ട് എൻ്റെ പ്ലാനിൽ വരച്ചതാണ്. ഓക്കെ, അതുപോലെ ഈ PQ എന്ന് പറയുന്ന ലൈനും ഞാൻ എന്താ ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, എൻ്റെ ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ അളന്നിട്ട് പ്ലാനിൽ വരച്ചതാണ്. ഈ വരകൾ ഞാൻ തൽക്കാലം ഗ്രൗണ്ടിൽ അളന്ന് വരച്ചതല്ല. ഞാൻ ഈ പ്ലാൻ വരച്ചതിന് ശേഷം കുറച്ച് വരകൾ ഞാനിങ്ങനെ അങ്ങ് വരച്ചിട്ടതാണ്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ പ്ലാനിനൊരു സ്കെയിലുണ്ട്, എഞ്ചിനീയർ സ്കെയിൽ. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് മീൻസ് ഒരു 10 മീറ്റർ. 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് സോ എഞ്ചിനീയർ സ്കെയിൽ. ഓക്കെ, എനിക്കൊരു സ്കെയിലുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്ലാനിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാനിൽ ഞാനൊരു വര വരച്ചിട്ട് ഞാൻ അതിനെ അളന്നെടുത്തു. ഓക്കെ, അളന്നെടുത്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് ഒരു
5 സെന്റിമീറ്റർ ആണെന്നാണ് എനിക്ക് അളന്നെടുത്തപ്പോൾ കിട്ടിയത്. ഇത് ഗ്രൗണ്ടിൽ എത്ര ഉണ്ടായിരിക്കും? എൻ്റെ കയ്യിൽ സ്കെയിൽ ഉണ്ടല്ലോ. 1 സെന്റിമീറ്റർ 10 മീറ്റർ ആണെങ്കിൽ 5 സെന്റിമീറ്റർ എത്ര വരും? 50 മീറ്റർ വരും. ഗ്രൗണ്ടിൽ 50 മീറ്റർ ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്തു? കണക്ക് കൂട്ടി എടുത്തു. ചെയ്ത പ്രൊസീജിയർ ഒന്നുകൂടെ പറയാം. എൻ്റെ കയ്യിൽ പ്ലാൻ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ പ്ലാൻ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ ഞാൻ ജസ്റ്റ് ഒരു വര വരച്ചു. ഞാൻ വരച്ച വരേനെ ഞാൻ അളന്ന് നോക്കി. അത് ഗ്രൗണ്ടിൽ എത്ര ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്തു, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? റിയലായിട്ട് ഗ്രൗണ്ടിൽ പോകുന്നു. എന്നിട്ട് ഈ ഒരു വരയ്ക്ക് ഇപ്പം QD എന്ന് പേര് കൊടുക്കാം. QD എന്ന് പറയുന്ന ഡി നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? സോ QS. ഈ QS എന്ന് പറയുന്ന വര ഞാൻ പ്ലാനിൽ വരച്ച ഇതേ വരയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രൗണ്ടിൽ റിയൽ ആയിട്ട് ഒരു വര ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ വരയെ ഞാൻ അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഈ എന്ന് പറയുന്ന എൻ്റെ ഗ്രൗണ്ടിലെ പോയിന്റിൽ നിന്ന് ഞാൻ ഈ അളവൊക്കെ എടുത്ത് നടന്നു പോയി. ഞാൻ ഈ ക്യൂ എനിക്ക് ഓൾറെഡി അറിയാം. തൽക്കാലം ഞാൻ ഈ S എന്ന് പറയുന്നത് ഈ പ്ലാനിൽ നിന്ന് കണ്ടുപിടിച്ചു. ഈ അളവ് എനിക്ക് പ്ലാനിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് എനിക്ക് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിൽ അളവ് കിട്ടുന്നു. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു? എസ്സിൽ പോയി നിൽക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ റിയൽ ആയിട്ട് ഗ്രൗണ്ടിൽ എസ്സിൽ നിൽക്കുകയാണ്. എസ്സിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കയ്യിൽ ചെയിൻ ഉണ്ട്. ആ ചെയിൻ പിടിച്ച് ഞാൻ ഇങ്ങനെ ക്യൂവിലേക്ക് നീളം എടുക്കുന്നു. ഞാൻ എസ്സിൽ നിന്ന് ചെയിൻ പിടിച്ച് ക്യൂവിലേക്ക് നീളം എടുക്കുമ്പോൾ എനിക്ക് എത്ര തന്നെ കിട്ടണം? എനിക്ക് 50 മീറ്റർ തന്നെ SQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഗ്രൗണ്ടിൽ കിട്ടണം. കിട്ടിയാൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന എൻ്റെ കയ്യിലുള്ള പ്ലാൻ കറക്റ്റാണ്. അതൊരു ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ചതാണ് ഈ വര. മനസ്സിലായല്ലോ? ശരി, ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ ഈ പ്ലാൻ എടുക്കുന്നു. ഈ പ്ലാനിൽ ഞാൻ വെറുതെ ഒരു വര ഇവിടെ വരച്ചു വെക്കുന്നു. ഒരു യു വി എന്ന് പറയുന്ന ഒരു വര ഞാൻ വരച്ചു വെക്കുന്നു. ഇതിൻ്റെ അളവ് ഞാൻ സ്കെയിലുണ്ട്, പ്ലാനിൽ എൻ്റെ അളവ് കൊണ്ട് സ്കെയിലുണ്ട് ഞാൻ ഇതിൻ്റെ അളവെടുക്കുന്നു. ആ അളവിൽ നിന്ന് ഞാൻ ഗ്രൗണ്ടിലെ ഗ്രൗണ്ടിൽ ലെങ്ത് ഞാൻ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഞാൻ ഗ്രൗണ്ടിൽ റിയൽ ആയിട്ട് പോയിട്ട് സിയിൽ നിന്ന് ഇത്രയും സ്ഥലം മാറി U കണ്ടുപിടിക്കുന്നു. അതുപോലെ ഇവിടെ V കണ്ടുപിടിക്കുന്നു. ഈ ഡിസ്റ്റൻസ് ഞാൻ ശരിക്കും ഗ്രൗണ്ടിൽ അളന്ന് നോക്കുന്നു. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ലെങ്തും ഗ്രൗണ്ടിൽ കിട്ടിയ ലെങ്തും ശരിയാണെങ്കിൽ എൻ്റെ പ്ലാൻ കറക്റ്റ് ആണെന്ന് പറയാൻ ഞാനൊരു ചെക്ക് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. ഈ ചെക്ക് എനിക്ക് എന്ത് തന്നു? എൻ്റെ പ്ലാൻ, ഞാൻ വരച്ച പ്ലാൻ ശരിയാണെന്നുള്ളതിൻ്റെ പ്രൂഫ് തന്നു. സോ ഈ ടൈപ്പ് വരകളെ ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വരകളെ പറയുന്ന പേരാണ് ചെക്ക് ലൈൻ അഥവാ പ്രൂഫ് ലൈൻ. എന്താണ്? ചെക്ക് ലൈൻ അഥവാ പ്രൂഫ് ലൈൻ. ചെക്ക് ലൈൻ അഥവാ പ്രൂഫ് ലൈൻ എന്ന് പറയും. ഓക്കെ, ചെക്ക് ലൈൻ അഥവാ പ്രൂഫ് ലൈൻ എന്ന് പറയും. ഉദാഹരണത്തിന് നമുക്ക് ഏതാണ്? QS എന്ന് പറയുന്നത് ഒരു ചെക്ക് ലൈനാണ്. UV എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെക്ക് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത സർവേ ലൈൻ നമ്മൾ ഏതാ പഠിച്ചേ? ചെക്ക് ലൈൻ. ഓക്കെ, ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ശരി. ഇവയെല്ലാം ABBCCDDE ഇവയെല്ലാം എന്താണ്? എൻ്റെ മെയിൻ സർവേ ലൈനുകളാണ്. ഓക്കെ, മെയിൻ സർവേ സ്റ്റേഷനുകളെ വരയ്ക്കുക. മെയിൻ സർവേ ലൈനുകളാണ്. ഈ സർവേ ലൈനുകളിൽ ഏത് സർവേ ലൈനുകളിൽ? മെയിൻ സ്റ്റേഷനുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ഈ സർവേ ലൈനുകളിൽ എനിക്ക് കുറച്ച് ലൈനുകളെ കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇതാ നോക്കാം, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൻ സ്റ്റേഷനുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. തൊട്ടടുത്ത മെയിൻ സ്റ്റേഷനുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സോ AD എന്ന് പറയുന്ന ഒരു ലൈൻ ഞാൻ വരച്ചു. അതെന്താണ്? മെയിൻ സർവേ ലൈനാണ്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു? B എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതും എന്താണ്? മെയിൻ സർവേ ലൈനാണ്. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ മെയിൻ സർവേ ലൈനുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഞാൻ വേറെ ഇതിനെ താഴേക്കൊന്ന് വരയ്ക്കാം. ഞാനൊരു പ്ലോട്ട് എടുത്തു. ഓക്കെ, ഇതെല്ലാം എന്താണ്? മെയിൻ സർവേ ലൈനുകളാണ്. മെയിൻ സർവേ ലൈൻ, മെയിൻ സർവേ ലൈൻ, മെയിൻ സർവേ ലൈൻ, മെയിൻ സർവേ ലൈൻ. ഓക്കെ, വേറെ ഞാൻ വരയ്ക്കാൻ പോകുന്ന മെയിൻ സർവേ ലൈൻ ഇത് ഒരു മെയിൻ സർവേ. തൽക്കാലം ഞാൻ ഇവിടെയും വരയ്ക്കാൻ പറ്റും. AB എന്ന് പറയുന്ന പോയിന്റിനെ കണക്ട് ചെയ്തും വരയ്ക്കാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു? CD എന്ന് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇത് എന്താണ്? ഒരു മെയിൻ സർവേ ലൈനാണ്. ഈ മെയിൻ സർവേ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? തന്നിരിക്കുന്ന മെയിൻ സർവേ ലൈനുകളിൽ ഏറ്റവും നീളം കൂടിയതും നമ്മുടെ ഏരിയയെ 2 ഈക്വൽ പാർട്ടായിട്ട്, അപ്രോക്സിമേറ്റ്ലി 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ലൈനാണ്, മെയിൻ സർവേ ലൈനാണ് ഇത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മുടെ തന്നിരിക്കുന്ന പ്ലോട്ടിൽ ഏറ്റവും വലിയ മെയിൻ സർവേ ലൈൻ,
ആ മെയിൻ സർവേ ലൈൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്ലോട്ടിന് 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഉള്ള ആ സർവേ ലൈനിനെ പറയുന്ന പേരാണ് ബേസ് ലൈൻ. ബേസ് ലൈൻ. ഓക്കെ, അതിനെ പറയുന്ന പേരാണിത് ബേസ് ലൈൻ. ഇറ്റ് ഈസ് ദി ലോങ്ങസ്റ്റ് മെയിൻ സർവേ ലൈൻ which divides the area into approximately 2 equal parts. ഇതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ പ്രത്യേകത, ഇത് ആ പ്ലോട്ടിന്റെ സെന്ററിൽ കൂടി കടന്നു പോകണം. ഓക്കെ, വിച്ച് passes through the center of plot. നമ്മുടെ പ്ലോട്ടിന്റെ ഏകദേശം നടുക്ക് കൂടി കടന്നു പോകുന്നത്. ഓക്കെ, ശരി. നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരൊറ്റ ബേസ് ലൈൻ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു സർവേ ലൈൻ മാത്രമല്ല എടുക്കാൻ പറ്റുന്നത്, ഇത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇത് 2 ബേസ് ലൈൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ 2 സർവേ ലൈനുകൾ എടുക്കുകയാണെങ്കിൽ, 2 ബേസ് ലൈനുകൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ബേസ് ലൈൻസ് ഷുഡ് ക്രോസ് ഇൻ ദിസ് മാനർ. അതായത് ഒരു എക്സ് പോലെ എന്ത് ചെയ്യണം, അവ തമ്മിൽ ക്രോസ് ചെയ്യണം. എന്താണ് ഈ ബേസ് ലൈനിന്റെ ഒരു പ്രത്യേകത നമ്മുടെ സർവേ ലൈനിലുള്ള അല്ലെങ്കിൽ സർവേ പ്ലോട്ടിലുള്ള? നോക്കിയേ, ഈ ബേസ് ലൈനിനെ വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ എല്ലാ ഡയമെൻഷൻസും അവിടെ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാനുള്ള ലൈൻ എന്ന് പറയുന്നത് ഈ ബേസ് ലൈനാണ്. ഓക്കെ, ഈ ബേസ് ലൈനിൽ നിന്നുമാണ് നമ്മൾ എല്ലാ ലൈനും നമ്മുടെ പ്ലോട്ടിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലൈൻ ഇതാണ്. ഈ ലൈനിൽ നിന്നും, ഈ ലൈനിനെ, ബേസ് ലൈനിനെ നമ്മൾ റെപ്രസെന്റ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ആണ് എല്ലാ സർവേ സ്റ്റേഷൻസും എല്ലാ സർവേ ലൈനുകളും പ്ലോട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസ് ആയിട്ടുള്ളത് ഏതാണ്? ബേസ് സർവേ ലൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സർവേ സ്റ്റേഷനും സർവേ ലൈനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ പ്ലോട്ട് ഒന്നുകൂടെ വരയ്ക്കാം. നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് നോക്കാം. മെയിൻ സ്റ്റേഷൻസ്, മെയിൻ സർവേ ലൈൻസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, എനിക്ക് ഒബ്ജക്റ്റുകളെ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സബ്സിഡറി സ്റ്റേഷൻ, സബ്സിഡറി ലൈൻ, ഒരു സബ്സിഡറി ലൈന് ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇനി എൻ്റെ ഒബ്ജക്റ്റുകൾ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഇതിലെന്ത് ചെയ്യുന്നു, എനിക്ക് ബേസ് ലൈൻ വരയ്ക്കാൻ അറിയാം. ഓക്കെ, ചെക്ക് ലൈൻ വരയ്ക്കാൻ അറിയാം, എവിടെയെങ്കിലും ചെക്ക് ലൈൻ വരയ്ക്കാൻ അറിയാം, എല്ലാം അറിയാം. ഇനി ഇതാ നോക്കി, എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിനെ എനിക്ക് എന്ത് ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം. ഈ ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, അതിനാണ് നമ്മൾ ടൈ ലൈൻ വരച്ചത് അല്ലേ, അല്ലെങ്കിൽ സബ്സിഡറി ലൈൻ വരച്ചത്. ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നു, ഈ ടൈ ലൈനിൽ നിന്നും 2 മീറ്റർ മാറി പെർപെൻഡിക്കുലറായി 5 മീറ്റർ നടക്കുമ്പോൾ എനിക്കവിടെ ഒരു വീടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം, ഈ സബ്സിഡറി സ്റ്റേഷൻ സി എന്ന് പറയുന്ന സബ്സിഡറി സ്റ്റേഷനിൽ നിന്ന് 7 മീറ്റർ മാറി ഒരു പെർപെൻഡിക്കുലറായിട്ട് 2 മീറ്റർ നടക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു കുളം ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന സബ്സിഡറി സ്റ്റേഷനിൽ നിന്ന് 1 മീറ്റർ മാറി ഞാനൊരു 100 ഡിഗ്രി ആംഗിളിൽ ഒരു 2 മീറ്റർ നടക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു മരമുണ്ടെന്ന് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് വരകൾ, ഓരോ ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വരകൾ വരച്ചിട്ടുണ്ട്. അത് ശരിക്കും ഗ്രൗണ്ടിലുള്ള വരകളല്ല. ഓക്കെ, ഗ്രൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ള വരകളല്ല. ഇവയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വരകളാണ്. ഈ വരകളെ ലാറ്ററൽ, നോക്കിയേ, നമ്മുടെ സർവേ ലൈനിൻ്റെ ലാറ്ററൽ 2 വശങ്ങളിലുമായിട്ട് കിടക്കുന്ന ഈ ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരം വരകളെ പറയുന്ന പേരാണ് ഓഫ്സെറ്റ്സ്. എന്താണ്? ഓഫ്സെറ്റ്സ്. ഇത്തരം വരകളെ പറയുന്ന പേരാണ് എന്ത്? ഓഫ്സെറ്റ്. ഓക്കെ, ഈ ഓഫ്സെറ്റിന്റെ പ്രത്യേകത എന്താ നോക്കിയേ,
എനിക്ക് ഒരു സർവേ ലൈനിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടും ഓഫ്സെറ്റ് വരയ്ക്കാൻ പറ്റും, അതുപോലെ ആംഗിളിൽ പെർപെൻഡിക്കുലർ അല്ലാതെയും ഓഫ്സെറ്റുകൾ വരയ്ക്കാൻ പറ്റും. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഓഫ്സെറ്റുകളെ പറയുന്ന പേരാണെന്ത്? പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ്. ഓക്കെ. അല്ലാതെ പെർപെൻഡിക്കുലർ അല്ലാതെ വരയ്ക്കുന്ന ഓഫ്സെറ്റുകളെ പറയുന്ന പേരാണ് ഇത്. പെർപെൻഡിക്കുലർ അല്ലല്ലോ, 100 ഡിഗ്രി അല്ലേ. പെർപെൻഡിക്കുലർ അല്ലാതെ വരയ്ക്കുന്ന ഓഫ്സെറ്റുകളെ പറയുന്ന പേരാണ് ഒബ്ലീക്ക് ഓഫ്സെറ്റ്. ഓക്കെ, 2 തരത്തിലുള്ള ഓഫ്സെറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ഉണ്ട്, ഒബ്ലീക്ക് ഓഫ്സെറ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത് മാക്സിമം എത്ര വരെ വരാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ടോപ്പിക്കായിട്ട് ലിമിറ്റിംഗ് ലെങ്ത് ആയിട്ട് പഠിക്കാം. ഓക്കെ, ശരി. തൽക്കാലം അതിൻ്റെ ലെങ്തിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു ഓഫ്സെറ്റ് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താ, ഈ ഒരു ഓഫ്സെറ്റിനെ ഞാൻ എടുക്കുകയാണ്, ഈ ഒരു പെർപെൻഡിക്കുലർ ഓഫ്സെറ്റിനെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ശരി. ആ ഒരു പെർപെൻഡിക്കുലർ ഓഫ്സെറ്റിനെ ഞാൻ കൺസിഡർ ചെയ്യുക. ഇതായിരുന്നു എൻ്റെ ടൈ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു ബേസ് ലൈനോ ഏതോ ആണ്. ശരി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എനിക്കിവിടെ ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യണം. പി എന്ന് പറയുന്ന പോയിന്റിനെ എനിക്ക് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് വെച്ച് ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഈ എ ബി എന്ന് പറയുന്ന വരയ്ക്ക് മൊത്തത്തിൽ 100 മീറ്റർ നീളമുണ്ട്. ഓക്കെ, എയിൽ നിന്നും ഒരു 60 മീറ്റർ മാറിയിട്ട് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. 60 മീറ്റർ മാറി എന്താ, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ സിയിൽ നിന്നുമാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, ഒരു 2 മീറ്റർ മേളിലേക്ക്, അല്ലെങ്കിൽ ഇത് പ്ലാൻ വ്യൂ ആണേ. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് നോക്കുമ്പോൾ ഇടതുവശത്തേക്ക് 2 മീറ്റർ മാറി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്കൊരു ഓഫ്സെറ്റ് കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്തോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു വീട് എന്തോ ഉണ്ട്, അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ശരി. എന്താ എൻ്റെ ഉദ്ദേശം, എ ബി എന്ന് പറയുന്ന വര, ആ വരയ്ക്ക് എന്ത് കൊടുക്കണം, ഒരു പെർപെൻഡിക്കുലർ കൊടുക്കണം. ഓക്കെ, പെർപെൻഡിക്കുലർ റൈറ്റ് ആംഗിൾ. ഓക്കെ, അതാണ് എൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെറ്റിംഗ് ഔട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഓർ റൈറ്റ് ആംഗിൾ. എൻ്റെ സർവേ ലൈനിന് പെർപെൻഡിക്കുലർ, എനിക്ക് ഈ പെർപെൻഡിക്കുലർ പി സി എന്ന് പറയുന്ന ലൈൻ എങ്ങനെ സെറ്റ് ചെയ്യാം, അതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. തൽക്കാലം നമുക്ക് അതിൻ്റെ പേരൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രോസ് സ്റ്റാഫ്. ഓക്കെ, രണ്ടെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് നോക്കാം, വിശദമായിട്ട് നോക്കാം. മൂന്നാമത്തത് നമുക്ക് ഒപ്റ്റിക്കൽ സ്ക്വയർ കഴിഞ്ഞ അടുത്തത് പ്രിസം സ്ക്വയർ എന്ന് പറയും. ഓക്കെ, നാലാമത്തെന്ന് പറയുമ്പോൾ സൈറ്റ് സ്ക്വയർ. ഓക്കെ, ഇത്രയും ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പെർപെൻഡിക്കുലറുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാ, ക്രോസ് സ്റ്റാഫ്. ഓക്കെ, ഓക്കെ, ഞാനൊരു ആദ്യം ഒരു ക്രോസ് സ്റ്റാഫ് എടുക്കുന്നു. അതിൻ്റെ പേര് ഓപ്പൺ ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു ക്രോസ് സ്റ്റാഫ് ഞാൻ എടുക്കുന്നു. ഓക്കെ, ഞാൻ പ്ലാൻ വ്യൂ ആണ് വരയ്ക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു വരയുണ്ട്. എനിക്ക് സി എന്ന് പറയുന്ന വരയിൽ നിന്നും എന്ത് ചെയ്യണം, ഒരു പെർപെൻഡിക്കുലർ ഓഫ്സെറ്റിനെ എനിക്ക് കൊണ്ടുവരണം. ഡിയിലേക്ക് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റിനെ കൊണ്ടുവരണം. ഓക്കെ, ഇതെത്ര, എ ബി എന്ന് പറയുന്ന ഒരു 100 മീറ്റർ ഉള്ള വരയായിരുന്നു. അതിൻ്റെ എയിൽ നിന്നും ഒരു 60 മീറ്റർ മാറിയിട്ടാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇത് കൊണ്ടുവരാനുള്ളത്. ഓക്കെ, ഓഫ്സെറ്റ് കൊണ്ടുവരാനുള്ളത്. ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ക്രോസ് സ്റ്റാഫ് ഏതാ, ഓപ്പൺ ക്രോസ് സ്റ്റാഫാണ്. ഓപ്പൺ ക്രോസ് സ്റ്റാഫിൻ്റെ പ്രത്യേകത എന്താ, ഇതാ നോക്കാം. ഓപ്പൺ ക്രോസ് സ്റ്റാഫിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ രണ്ട് പ്ലേറ്റുകളുണ്ട്. ഓക്കെ, ഇതാ നോക്കാം നമുക്ക്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 പ്ലേറ്റുകളുണ്ട്. ഓക്കെ, അതിലെന്തുണ്ട്, ഒരു സ്ലിറ്റുകളുണ്ട്. ഓക്കെ, ഇതിലെല്ലാം എന്തുണ്ട്, ഓരോ സ്ലിറ്റുകളും ഉണ്ട്.
ഇതിൻ്റെ ഇമേജ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ. ഇതെന്താ പ്രത്യേകത? ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ലിറ്റ് ഉണ്ട്. എനിക്ക് ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്ലിറ്റ് മീൻസ് ഒരു ഹോള്, ഈ ഹോളിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സ്ലിറ്റിന്റെ ഹോളിൽ കൂടി ആ ഭാഗം കാണാൻ പറ്റും. അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയത് ഇവിടെയും ഒരു സ്ലിറ്റ് ഉണ്ട്, ഇവിടെയും ഒരു സ്ലിറ്റ് ഉണ്ട്. അത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്ക് ഭാഗവും കാണാൻ പറ്റും. നോക്കി, ഈ രണ്ട് ലൈൻ ഓഫ് സൈറ്റുകൾ, ഇങ്ങനെ നോക്കുന്ന ആ ലൈനും ഇങ്ങനെ നോക്കുന്ന ആ ലൈനും തമ്മിൽ എന്താ? പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ആ ഒരു ക്രോസ് സ്റ്റാഫ് ആണ് എന്ത്? ഓപ്പൺ ക്രോസ് സ്റ്റാഫ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? അതിനൊരു റോഡുണ്ട്, അതിന് എനിക്ക് സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ വെച്ച് എനിക്കൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് സീലാണ് ഓഫ്സെറ്റ് എടുക്കാനുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ ഓപ്പൺ ക്രോസ് സ്റ്റാഫിനെ ഇവിടെ കൊണ്ടുവയ്ക്കുക, സിയിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, സിയിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എ ബി എന്ന് പറയുന്ന ആ ലൈൻ നമുക്ക് ഓൾറെഡി അറിയാം. എ ബി എന്ന് പറയുന്ന സർവേ ലൈൻ നമ്മുടെ കയ്യിലുള്ളതാണ്. ഓക്കെ, ഞാൻ സിയിൽ കൊണ്ട് എന്ത് ചെയ്തു? എൻ്റെ ക്രോസ് സ്റ്റാഫ് വെച്ചു. ഈ ക്രോസ് സ്റ്റാഫ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടത്തെ സ്ലിറ്റിൽ കൂടി ബിയിലേക്ക് നോക്കുന്നു. ഇവിടത്തെ സ്ലിറ്റിൽ കൂടി ബിയിലേക്ക് നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈൻ ഓഫ് സൈറ്റിലാണ് ഏതെങ്കിലും രണ്ട് സ്ലിറ്റുകൾ ഞാൻ എന്ത് ചെയ്തത്? അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ? അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്? മറ്റൊരു സ്ലിറ്റ് ഉണ്ട്. സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്ക് എന്തുണ്ട്? ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. തൽക്കാലം ഡി ഇല്ല, ഡി ആണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്ക് എന്തുണ്ട്? ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്, ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുകയാണ്. ഓക്കെ, എനിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സ്ലിറ്റിൽ കൂടി കാണാൻ പറ്റും. ശരി, അപ്പോൾ എന്ത് ചെയ്യാം? ഞാനൊരു റേഞ്ചിങ് റോഡ്, ഡി എന്ന് പറയുന്ന ഒരു റേഞ്ചിങ് റോഡിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാനായി ഒരാളോട് പറയുന്നു. ഓക്കെ, ചിലപ്പോൾ അത് ഇവിടെ ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പുറത്തായിരിക്കും ഇങ്ങോട്ട് മൂവ് ചെയ്യുക. നോക്കി, എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ, ഈ ക്രോസ് സ്റ്റാഫിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. ഓക്കെ, ആ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഒരു ലൈൻ ഓഫ് സൈറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇങ്ങനെ കാണാൻ പറ്റും. നോക്കിയേ, ഡി എന്ന് പറയുന്ന ക്രോസ് സ്റ്റാഫ് ഇവിടെയാണെങ്കിൽ എനിക്ക് ഈ സ്ലിറ്റിൽ കൂടി നോക്കിയാൽ ഈ ഒരു റേഞ്ചിങ് റോഡ്, ഡി എന്ന് പറയുന്ന റേഞ്ചിങ് റോഡ്, ഈ റേഞ്ചിങ് റോഡ് എനിക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയില്ല. നോക്കിയാൽ ആ റേഞ്ചിങ് റോഡ് ഇവിടെയാണ് ഇരിക്കുന്നത്, എന്നാലും എനിക്ക് കാണാൻ കഴിയില്ല. ഇവിടെയാണ് ഇരിക്കുന്നത്, എന്നാലും എനിക്ക് കാണാൻ കഴിയില്ല. എപ്പോഴാണോ ഈ റേഞ്ചിങ് റോഡ് ഈ ലൈൻ ഓഫ് സൈറ്റിൽ വരുന്നത്, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ, ഈ സ്ലിറ്റിൽ കൂടെ നോക്കിയാൽ അത് കാണാൻ പറ്റും, ആ റേഞ്ചിങ് റോഡ് കാണാൻ പറ്റും. ആ പൊസിഷനിൽ എന്താ? ഈ ആംഗിൾ, ആ പൊസിഷനിൽ ഈ ആംഗിൾ, ഈ റേഞ്ചിങ് റോഡ് എ ബി എന്ന് പറയുന്ന സർവേ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്ത്? ഇതിൻ്റെ പ്രൊസീജിയർ നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ക്രോസ് സ്റ്റാഫിൽ, ഈ ഓപ്പൺ ക്രോസ് സ്റ്റാഫിൽ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? നമ്മളെ ലൈൻ ഓഫ് സൈറ്റുകൾ നോക്കിയേ, നമ്മുടെ രണ്ട് ലൈൻ ഓഫ് സൈറ്റുകളാണുള്ളത് അല്ലേ? ഇങ്ങനെ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്, ഇതുവഴി കടന്നു പോകുന്ന ഒരു ലൈൻ ഓഫ് സൈറ്റും ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ലിറ്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ ഓഫ് സൈറ്റും ഉണ്ട് അല്ലേ? ഈ രണ്ട് ലൈൻ ഓഫ് സൈറ്റുകൾക്കിടയിൽ 90 ഡിഗ്രിയാണ് നമുക്ക് ഓപ്പൺ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. വി ക്യാൻ ഓൺലി എസ്റ്റാബ്ലിഷ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രൊസീജിയറിന് ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു പ്രൊസീജിയറിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള ക്രോസ് സ്റ്റാഫുകളെ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ആണ്. ഓക്കെ, ആദ്യത്തെ ഓപ്പൺ ക്രോസ് സ്റ്റാഫ് കഴിഞ്ഞ് രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ഓക്കെ, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫിന്റെ പ്രത്യേകത, അതിൻ്റെ പ്ലാൻ വ്യൂ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ പ്ലാൻ വ്യൂ ഇങ്ങനെ ഇരിക്കുന്നത്. നോക്കിയേ, ഇങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ വ്യൂ ഇരിക്കുന്നത്. നോക്കിയേ, എനിക്ക് ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, എല്ലാ സൈഡിലും എന്തുണ്ട്? ഓരോ സ്ലിറ്റുകളുണ്ട്. ഇങ്ങനെ എന്തുണ്ട്? ഒരു ലൈൻ ഓഫ് സൈറ്റ് എനിക്ക് കൊടുക്കാം. ഈ സ്ലിറ്റിൽ കൂടെ നോക്കിയാൽ അവിടേക്ക് പോകും. ഇങ്ങനെയും എനിക്ക് എന്തുണ്ട്? ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. ഇങ്ങനെയും എനിക്ക് എന്ത് ചെയ്യാം? ലൈൻ ഓഫ് സൈറ്റ് കൊടുക്കാം. ഇങ്ങനെയും ലൈൻ ഓഫ് സൈറ്റ് കൊടുക്കാം. നേരത്തെ ഓപ്പൺ ക്രോസ് സ്റ്റാഫിൽ എത്ര ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടായിരുന്നടാ? ഇങ്ങനെ ഒരു ലൈൻ ഓഫ് സൈറ്റ്,
ഇങ്ങനെ ഒരു ലൈൻ ഓഫ് സൈറ്റ്, ഇതിനിടയിലുള്ള ആംഗിൾ എത്രയായിരുന്നു? 90 ഡിഗ്രി. അതുകൊണ്ട് എനിക്ക് അവിടെ എന്തേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു? 90 ഡിഗ്രി ഓഫ്സെറ്റുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. നോക്കി ഇവിടുത്തെ ആംഗിളുകൾ നോക്കാം. എനിക്കിവിടെ 90 ഡിഗ്രിയും ഓഫ്സെറ്റ് എടുക്കാം, അതുപോലെ രണ്ട് 90ക്കിടയിലുള്ള 45 ഡിഗ്രി, ഈ 45 ഡിഗ്രിയിലും എനിക്ക് എന്ത് ചെയ്യാം? ഓഫ്സെറ്റ് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? എനിക്ക് മൾട്ടിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 45 ഡിഗ്രി, മൾട്ടിപ്പിൾ ഓഫ് 45 ഡിഗ്രി ഓഫ്സെറ്റുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? എനിക്കിത് ഇങ്ങനെയെല്ലാം ലൈൻ ഓഫ് സൈറ്റുകളുണ്ട്. ആ ലൈൻ ഓഫ് സൈറ്റുകൾക്കിടയിലുള്ള ഓരോ ലൈൻ ഓഫ് സൈറ്റിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 95 ഡിഗ്രി. 95 ഡിഗ്രി. ഓക്കെ, രണ്ടെണ്ണം ചേരുമ്പോഴത്തേക്ക് എത്രയായി? 90 ഡിഗ്രി ആയി. അതിൻ്റെ കൂട്ടത്തിൽ 45 കൂടെ ചേരുമ്പോൾ എത്രയായി? 45 ഡിഗ്രി. 45 ഡിഗ്രി കൊണ്ട് ചേരുമ്പോൾ 135 ഡിഗ്രി. ഓരോ ലൈൻ ഓഫ് സൈറ്റിനിടയിൽ എനിക്ക് എത്രയാണുള്ളത്? 45 ഡിഗ്രിയാണ് എനിക്ക് ഉള്ളത്. 45 ഡിഗ്രിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 45 ഡിഗ്രിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്ത് ഓഫ്സെറ്റുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതെന്താണ്? അത് നോക്കിയേ, ഫ്രണ്ട് വ്യൂ ആണ്. മുകളിൽ ഒരു സിലിണ്ടർ ഉണ്ട്, താഴെയും ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഈ സിലിണ്ടറിൽ എന്ത് ചെയ്യുന്നു? താഴത്തെ സിലിണ്ടറിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് റീഡിങ്സ് ഉണ്ട്. താഴത്തെ സിലിണ്ടറിൽ കുറച്ച് റീഡിങ്സ് ഉണ്ട്. ഓക്കെ, ഈ ടോപ്പിലെ സിലിണ്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ഇവിടെ എൻ്റെ ലൈൻ ഓഫ് സൈറ്റിനെ എനിക്ക് മാറ്റാനേ പറ്റത്തില്ല 90 ഡിഗ്രി, 90 ഡിഗ്രി. ഇവിടെയും എനിക്ക് എൻ്റെ ലൈൻ ഓഫ് സൈറ്റിനെ മാറ്റാൻ പറ്റത്തില്ല മൾട്ടിപ്പിൾ ഓഫ് 45 ഡിഗ്രി. പക്ഷേ ഇവിടെ എനിക്ക് ഈ മുകളിലത്തെ സിലിണ്ടർ താഴത്തെ സിലിണ്ടറിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ താഴത്തെ സിലിണ്ടർ ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുന്നു, മുകളിലത്തെ സിലിണ്ടർ ഞാൻ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? എനിക്ക് എൻ്റെ ലൈൻ ഓഫ് സൈറ്റുകൾ എങ്ങോട്ട് വേണമെങ്കിലും ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓരോ തവണയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ക്രോസ് സ്റ്റാഫിൻ്റെ പ്രത്യേകത എന്താണ്? വി ക്യാൻ സെറ്റ് ഔട്ട് ഓഫ്സെറ്റ് അറ്റ് എനി ആംഗിൾ. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ 3 കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. ഓപ്പൺ ക്രോസ് സ്റ്റാഫ് 90 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് 45 ഡിഗ്രിയുടെ മൾട്ടിപ്പിളായ ആംഗിളുകൾ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? ക്രോസ് സ്റ്റാഫ് പഠിക്കാനുള്ളത്. നമ്മുടെ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റ് ഏതാ? ഓഫ്സെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താ? ഒപ്റ്റിക്കൽ സ്ക്വയർ. അപ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റ് ഏതാ? ഒപ്റ്റിക്കൽ സ്ക്വയർ. നമുക്ക് ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒപ്റ്റിക്കൽ സ്ക്വയർ. നോക്കിയേ, ഒപ്റ്റിക്കൽ സ്ക്വയർ ഇതിൻ്റെ പ്ലാനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി. ഒപ്റ്റിക്കൽ മീൻസ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രി പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. എനിക്ക് എന്തുണ്ട്? എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. എ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. ഓക്കെ, എനിക്കിവിടെയാണ് പിയിലാണ് എന്ത് ചെയ്യാനുള്ളത്? പിയിലാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്? ഓഫ്സെറ്റ്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള. ഇതെങ്ങനെയാ? ബിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു റേഞ്ചിങ് റോഡ് വയ്ക്കുന്നു. ബിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? റേഞ്ചിങ് റോഡ് വയ്ക്കുന്നു. ഞാൻ എവിടെ നിൽക്കുക? ഈ ഭാഗത്ത് നിൽക്കുകയാണ്. എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഈ ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ഞാൻ എന്താ? ഇങ്ങോട്ട് നോക്കുകയാണ്.
ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു ഹോളുണ്ട്. നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്വയറിന് ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെയും ഒരു ഹോളുണ്ട്, ഇവിടെയും എന്തുണ്ട്, ഒരു ഹോളുണ്ട്. എന്നാലേ ലൈറ്റ് കയറി വരും. ലൈറ്റ് കയറി വരാനുള്ള ഹോളാണ്. ഓക്കെ, പിയിൽ നിന്നും ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ പോവും. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 45 ഡിഗ്രിയിൽ ഇവിടെ വെച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. 45 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു മിറർ യൂസ് ചെയ്യണം. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്ത് 45 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് എങ്ങോട്ട് വരും, ഇവിടേക്ക് വരും. ഓക്കെ, ഇവിടെ വരുന്ന ലൈനിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 45 ഡിഗ്രിയിൽ ഇവിടേക്ക് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ കണ്ണിന്റെ ആ ഭാഗത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. കണ്ണിന്റെ ആ ഭാഗത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിൽക്കുന്ന എനിക്ക് ഈ പിയിൽ നിന്ന് വരുന്ന റേ കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, മുകളിലേക്ക് വരുന്നു, ഇവിടെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു ഇങ്ങോട്ട് വരുന്നു. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ശ്രദ്ധിച്ചേ. ഈ പി ഈ ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ ഈ സ്ലിറ്റിന് പുറത്താണെങ്കിൽ ഇതുവഴി എന്താ, ലൈറ്റ് കടന്ന് വരത്തില്ല. ഈ പി എങ്ങനെ മൂവ് ചെയ്ത് ഈ പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമേ എന്താ, ലൈറ്റ് ഇങ്ങനെ കടന്ന് വരത്തുള്ളൂ. ഓക്കെ, ഇവിടെ നിൽക്കുമ്പോൾ ഈ പി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഈ ഒരു റിഫ്ലക്ഷൻ പാത്ത് വഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിയെ കാണാൻ കഴിയും. ഓക്കെ, ഒന്നുകൂടെ പറയാം. സപ്പോസ് പി ഇവിടെ നിൽക്കുകയാണ്, എനിക്ക് കാണാൻ കഴിയില്ല. പി ഇവിടെ നിൽക്കുകയാണ്, എനിക്ക് കാണാൻ കഴിയില്ല. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. പി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ സ്ലിറ്റിന്റെ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ, ശരി. അതുപോലെ ഈ ഒരു മിറർ, ഇവിടെയും എന്താണുള്ളത്, മിറർ. ഈ ഒരു മിറർ. ഓക്കെ, ഈ മിററിന്റെ ഒരു പോർഷൻ, ഒരു ഹാഫ് പോർഷൻ മാത്രമേ എന്തുള്ളൂ, റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. ഈ ഒരു മിററിന്റെ ഫുൾ ലെങ്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹാഫ് പോർഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. ഹാഫ് പോർഷൻ എന്താണ്, ഓപ്പൺ ആണ്. ഓക്കെ, ആ ഓപ്പൺ ആയിട്ടുള്ള റിഫ്ലക്റ്റ് ചെയ്യാത്ത ആ പോർഷനിൽ നിന്ന് എനിക്ക് നോക്കുമ്പോൾ എന്തിനെ കാണാം, ബിയെ കാണാൻ കഴിയും. ഓക്കെ, ഈ മിററിന്റെ ഹാഫ് പോർഷൻ ഓപ്പൺ ആണ്. സോ ആ ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബി എന്ന് പറയുന്ന റേഞ്ചിങ് റോഡ് കാണാൻ കഴിയും. ഓക്കെ, ഇതിന്റെ ഹാഫ് പോർഷൻ സിൽവേർഡ് ആണ്, മീൻസ് റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ആ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള പോർഷനിൽ കൂടി എനിക്ക് എന്ത് ചെയ്യാം, ഈ പിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് കാണാൻ പറ്റും. ഓക്കെ, സപ്പോസ് ഈ ഭാഗത്താണ് പി നിൽക്കുന്നതെങ്കിൽ എനിക്ക് എവിടെ കാണാം, ഇവിടെ കാണാം. കുറച്ചുകൂടി ഇപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് എവിടെ കാണാം, ഇവിടെ കാണാം. അതേസമയം അതിന്റെ അപ്പുറം കടന്നു പോയാൽ എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ കാണാം പി എ. ഇതെല്ലാം പിയുടെ പൊസിഷനുകളാണ്. എപ്പോഴാണോ പി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പി വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇമേജ് എനിക്ക് കിട്ടുന്നു. നോക്കിയേ, ഈ രണ്ട് ക്രോസ് സ്റ്റാഫും അല്ലെങ്കിൽ ഈ രണ്ട് ഇൻഡിക്കേഷനും ഒരേ സ്ട്രൈറ്റ് ലൈനിൽ വരുന്നു. അപ്പോൾ എനിക്ക് എന്ത് പറയാം, പി എന്ന് പറയുന്ന ഈ പൊസിഷൻ എ ബി എന്ന് പറയുന്ന പൊസിഷന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പ്രൊസീജിയർ മനസ്സിലായല്ലോ. ഇവിടെ നിൽക്കുന്ന ഒരു സി എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്ന എനിക്ക് ഇത് ഈ മിററിന്റെ അടിയിലെ സിൽവേർഡ് അല്ലാത്ത പോർഷനിൽ കൂടി ബിയും കാണാം, സിൽവേർഡ് ആയ പോർഷനിൽ ഇവിടെ വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റും കാണാം. എപ്പോഴാണോ ഇത് രണ്ടും ഒരേ സ്ട്രൈറ്റ് ലൈനിൽ വരുന്നത്, അപ്പോൾ ഇവ പെർപെൻഡിക്കുലർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഹാഫ് സിൽവേർഡ് ആയിട്ടുള്ള ഈ മിററിനെ പറയുന്ന പേരാണ് ഹൊറൈസൺ മിറർ. ഹാഫ് സിൽവേർഡ് ആയിട്ടുള്ള, ഹാഫ് സിൽവേർഡ്. ഓക്കെ, ഹാഫ് സിൽവേർഡ് മീൻസ് റിഫ്ലക്റ്റഡ്. ഹാഫ് സിൽവേർഡ്, ഹാഫ് ഹൊറൈസൺ. ഓക്കെ, കംപ്ലീറ്റ് സിൽവേർഡ് ആയിട്ടുള്ള ഈ മിററിനെ പറയുന്ന പേരാണ് ഇൻഡെക്സ് മിറർ.
ഹാഫ് ഹാഫ്, ഈ എച്ചുകൾ ചേർത്ത് പഠിച്ചിരിക്കുക. ഓക്കെ, ഹാഫ് ഹാഫ്. ഹൊറൈസൺ മിറർ ഹാഫ് സിൽവേർഡ് ആണ്. ഇൻഡെക്സ് മിറർ കംപ്ലീറ്റ്ലി സിൽവേർഡ് ആണ്, അല്ലെങ്കിൽ ഫുള്ളി സിൽവേർഡ് ആണ്. ഫുള്ളി സിൽവേർഡ് ആണ് എന്ത് നമ്മുടെ ഇൻഡെക്സ് മിറർ എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന പേരെന്താ? ഇൻഡെക്സ് മിറർ. ഇതേ എഴുതിയേക്കുന്നു, ഇൻഡെക്സ് മിറർ. ഓക്കെ, ഇൻഡെക്സ് മിറർ എന്ന് പറയുന്നത് ഫുള്ളി സിൽവേർഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ ഒരു വർക്കിംഗ്. ഇനി നോക്കിയേ, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാം. ഇനി ചോദിക്കാനുള്ള എന്താ ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കിയേ. ലൈറ്റ് വരുന്നു, ഒരു തവണ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അത് വീണ്ടും പോയി ഒന്നുകൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നു, 2 തവണ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്നത്? ഡബിൾ റിഫ്ലക്ഷൻ. ലൈറ്റ് റോ പോകുന്നു, ഒരു തവണ ഇൻഡെക്സിൽ പോയി റിഫ്ലക്റ്റ് ചെയ്യുന്നു, പിന്നെ ഹൊറൈസണിൽ പോയി റിഫ്ലക്റ്റ് ചെയ്യുന്നു, 2 തവണ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഡബിൾ റിഫ്ലക്ഷൻ. അതുപോലെ ഇനി അടുത്തത് PSC ചോദിക്കുന്നത്, ഈ 2 മിററുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, 2 മിററുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ ഇൻഡെക്സ് ആൻഡ് ഹൊറൈസൺ. ആംഗിൾ ബിറ്റ്വീൻ ഇൻഡെക്സ് ആൻഡ് ഹൊറൈസൺ. ആംഗിൾ ബിറ്റ്വീൻ ഇൻഡെക്സ് ആൻഡ് ഹൊറൈസൺ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഹാഫ് സിൽവേർഡ് ആണോ ഫുള്ളി സിൽവേർഡ് ആണോ എന്നുള്ള ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. നോക്കി, ഇവിടെ നമ്മൾ 2 മിററുകൾ യൂസ് ചെയ്ത് അല്ലേ, 2 മിററുകൾ യൂസ് ചെയ്ത് ഈ 2 മിററുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാനൊരു പ്രിസമാണ് ആ ഇൻസ്ട്രുമെന്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? പ്രിസം സ്ക്വയർ. ഓക്കെ, ഒപ്റ്റിക്കൽ സ്ക്വയറിൽ 2 മിററുകൾ യൂസ് ചെയ്യുന്നു. ആ 2 മിററുകളെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രിസം കൊണ്ടുവന്നാൽ അതിനെ പറയുന്ന പേരാണെന്ത്? പ്രിസം സ്ക്വയർ. ഓക്കെ, അതിനെ പറയുന്ന പേരാണെന്ത്? പ്രിസം സ്ക്വയർ. ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? സൈഡ് സ്ക്വയറിൽ എന്തുണ്ട്? 2 ടെലിസ്കോപ്പുകളുണ്ട്. കൺസിസ്റ്റ് ഓഫ് 2 ടെലസ്കോപ്സ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയുമാണ് ഓഫ്സെറ്റുകൾ ഗ്രൗണ്ടിൽ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? ചെയിനിങ്ങിൻ്റെ കുറച്ച് എററുകളാണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.